അപ്പൊ യൂസ് പാക്കിയും പിള്ളേരും പൊളിക്കും. സുഖം. എന്താ ഈ വഴിക്കൊക്കെ? കാണാൻ വേണ്ടി കാണാൻ വന്നതാ. കാണാൻ മാത്രമേ അല്ല, വിശേഷങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ചോദിച്ചോ. പിന്നെ നമുക്ക് ഇപ്പൊ നോമ്പൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ വിഭവം? നോമ്പൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് തയ്യാറാക്കാൻ പോണ സ്പെഷ്യലായിട്ട് ഒരു ജീറ റൈസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇടിക്കാച്ച സംഭവമാണ്. അതിവിടെ ആരും അങ്ങനെ ചെയ്യലില്ല. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു അവസരം കൂടിയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 4448 നാടികളും ശരിയാക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ആ റൈസ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. സ്പെഷ്യലായിട്ട് ജീര റൈസും ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വിവരം പറയണം. നമ്മള് നോക്കലെന്ന അപ്പൊ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാ. അത് കത്തി. അപ്പൊ നമ്മളെ ഒരു ചെറിയ ഉരുളിയാണ് നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതെല്ലാം ഈ പ്ലേറ്റിലാക്കി ഇതിന്റെ ചേരുവകളാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോണതാണ് ജീരകം കേട്ടോ. ആദ്യമായിട്ട് ഇടാൻ പോണത് നല്ല ജീരകം കേട്ടോ. നല്ല ജീരകം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത് റൈസാണ്. അതായത് നെയ്ച്ചോറ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിൽ കുറച്ചുണ്ട്, കുറച്ചും കൂടെ ഇടുന്നുണ്ട് ഉപ്പ്. കുരുമുളക് പൊടി കേട്ടോ. ഫ്രഷ് പൊടിപ്പിച്ച കുരുമുളക് പൊടിയാണ് ഇത് ഇടാൻ പോകുന്നത്. ഓക്കെ. ഒരു ബൗളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഈ റൈസ്. സ്പെഷ്യലായിട്ട് തയ്യാറാക്കുമ്പോൾ അതിനായിട്ടുള്ള ചേരുവകളാണ് നമ്മൾ ആദ്യമായിട്ട് ഓയിൽ ഇതിൽ വെച്ച് പോകുന്നത്. ഓക്കെ. ആദ്യമായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചൂടായി. ഇനിയിപ്പോൾ നമ്മൾ വെള്ളുള്ളിയാണ് ഇടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണ ഇഞ്ചിയാണ്. ഇഞ്ചി. പിന്നെ ഇടാൻ പോണ പച്ചമുളക്. പിന്നെ ഇടാൻ പോണ നമ്മള് നമ്മളെ വറ്റൽമുളക് കേട്ടോ. പിന്നെ അത് കറിവേപ്പില ഒക്കെ നോക്കണം കേട്ടോ. എല്ലാവരും നോക്കിക്കളുണ്ട്. ഉള്ളിയാണ് കേട്ടോ. ഉള്ളി കട്ട് വെച്ച്. ഓക്കെ. നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഒരു വാസന വരുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം തയ്യാറായി കൊണ്ടിരിക്കും. അതിന് ചേരുവകൾ വേറെ വരുന്നുണ്ട്. പിന്നെ ചില്ലി സോസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചില്ലി സോസ്. അപ്പൊ ഏകദേശം കുറച്ച് ടൊമാറ്റോ സോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. കുറച്ച് വെള്ളം, ഒരിത്തിരി ഉപ്പ് എടുക്കണം കേട്ടോ. ഒരിത്തിരി ഉപ്പ് ഇതാ. ഓക്കെ. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതിട്ടാൽ ഒന്നും കൂടെ നന്നാവും. ഓക്കെ. ഇത് നമ്മൾ വറുത്ത് ചതച്ച മുളകാണ്. ചുവന്ന മുളക് വറുത്തിട്ട് ചതക്കണം. അതാണ് ഇത് ഇടാൻ പോണത് കേട്ടോ. അടുത്തതായിട്ട്. ഓക്കെ. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് സോയാ സോസ് ഇട്ടത് ഇതിലേക്കാണ്. ഒരു സ്പൂൺ വരെ. ആ കൊണ്ടാട്ടത്തിന് ഒരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്തിരി ഫുഡ് കളറാണ്. ഇതൊന്ന് മൊഞ്ച് കൂടും. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടോ. കാണുമ്പോൾ തന്നെ ചുവപ്പ് കളർ വന്നില്ല. കൂടുതൽ കൊടുക്കരുത്, ഓവറാവണ്ട. പാകത്തിന് കൊടുത്താൽ മതി. നമുക്ക് തന്നെ കഴിക്കാനുള്ളത് തന്നെയാണ്. കഴിച്ചിട്ട് കുഴപ്പത്തിൽ ഫുഡ് കളറാണ്.
ഇത് നമ്മൾ ഇടാൻ പോണത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാട്ടാ. അപ്പൊ അതാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ ഓക്കെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തിരി വെളിച്ചെണ്ണ മേലെ കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ് വെളിച്ചെണ്ണ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ സംഭവം. സൂപ്പറാവും. നല്ല കൊടുത്ത് നല്ല വരച്ച് നല്ല കളറായിട്ട് നല്ല ഉഷാറൊക്കെ ആണല്ലോ. നമ്മളെ മല്ലിച്ചപ്പിന് മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഇതൊരു കാണാനത് ഒരു പെണ്ണുങ്ങൾക്ക് പണ്ടം കെട്ടിയ പോലെ ഇപ്പൊ ഓക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ചിക്കൻ കൊണ്ടാട്ട സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് എടുത്ത് നേരെ പ്ലേറ്റിലേക്ക് മറിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. അപ്പൊ എല്ലാം തയ്യാറായിട്ടുണ്ട്. കൊണ്ടാട്ടതാ, ജീര റൈസ് അതാ. അപ്പൊ നിങ്ങൾ രണ്ടാളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. നോക്കി. അപ്പോൾ നമുക്ക് യൂസ്ഫാക്ക ജീര റൈസും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കാണുമ്പോൾ ഒരു അഭിപ്രായം പറയട്ടെ. കാണുമ്പോൾ തന്നെ മുഞ്ചാണ്, യൂസ്ഫാക്കാനെ പോലെ തന്നെ. എടാ നിങ്ങൾ കഴിക്ക്. അത് കഴിച്ചതിന് ശേഷം യൂസ്ഫാക്കാനെ പൊക്കി പറഞ്ഞ പോലെ കുട്ടികളെ ഇത് മാങ്ങാ ചമ്മന്തി. ഇത് അടിപൊളി ചമ്മന്തി ഇട്ട് അടിച്ചു. ഇത് നമ്മളെ അച്ചാറ്, നമ്മൾ സ്വന്തം ഇട്ട അച്ചാറട്ടാ. ചെറുനാരങ്ങന്റെ അച്ചാറ്. എല്ലാതും ഞങ്ങള് എല്ലാതും ടേസ്റ്റ് അറിയാം. എനിക്കൊന്ന് മെച്ചാണ്. കണ്ടിട്ട് തന്നെ നല്ല ഉഷാറ് തോന്നുന്നു. കഴിക്കേ, വയറ് നിറച്ച് കഴിക്കും. അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കുക. ഞാൻ കാണുമ്പോ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. റൈസും ചമ്മന്തിയും ഇവിടെ അച്ചാറും ഉണ്ട്, ഗ്രേവിയും ചിക്കനും. ചമ്മന്തി ഏതാ അറിയോ? മാങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തി അത് കഴിച്ചോക്കട്ടെ. എന്താ ടേസ്റ്റ്? സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ അതിന് പറയില്ല. കണ്ടപ്പോ തന്നെ മൊഞ്ചാണ്. യൂസ്ഫാക്കാരമായി തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അതിനെക്കാട്ടി സൂപ്പറാണ്. ആ ചമ്മന്തിയും ഈ അച്ചാറും ഈ കൊണ്ടാട്ടത്തിന്റെ ആ മസാലയും ആ ചിക്കനും കൂടി കൂട്ടി കുഴച്ചിട്ട് തിന്നണ്ടാ. കുഴച്ചിട്ട് ഒരു കുട്ടം പിടിച്ചാലതാ സംഗതി ഉഷാറല്ല. വെറുമ്പാക്കല് പറയുന്നത്. ഞാൻ ആദ്യ വീഡിയോയിൽ എന്താ പറയുന്നത്? ഉള്ളത് പറയാം, ഇല്ലാത്ത പറയുന്നത്. ഇല്ല അഫ്സല, എന്താണ് എന്റെ അഭിപ്രായം? സൂപ്പർ അല്ലേ? എല്ലാം കൂടി ടേസ്റ്റ് ചെയ്യും. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും. സന്തോഷം. നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് നമ്മള് വേറൊരു വരും. അപ്പൊ ഇത് കാണുന്നവർക്കൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടാണ്. നന്നായി വിശന്ന് ഇരിക്കുമ്പോ തിന്നാൻ പറ്റിയ സാധനം. വിശപ്പും മാറും ഉറപ്പാണ്. വിശപ്പ് മാത്രല്ല, മനസ്സും നിറയും. അപ്പൊ മക്കളെ അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ TPM കുക്കിംഗ് ബ്ലോഗ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ എത്തിക്കട്ടാ. എല്ലാവരും